ഹായ് ഗൈസ്, നമുക്കിന്ന് ഇഞ്ചി പൊടിച്ചത് ഇല്ലെങ്കിൽ ജിഞ്ചർ പൗഡർ ഒന്നും ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഞാനപ്പം യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പം കുറേ ഇഞ്ചി, എല്ലാം ചെറിയ ഇഞ്ചികൾ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാ ദിവസവും അരിഞ്ഞ് കറിക്കിടുന്നതും ചായക്കിടുന്നതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഒന്ന് ചിന്തിച്ചപ്പോഴാണ് ഇതൊന്ന് ഉണക്കി പൊടിച്ചാലോ എന്ന് ചിന്തിച്ചത്. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ പിന്നെ എന്നാൽ ഓക്കെ എന്നുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇതേ ഇഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ് പതുക്കെ ഇരുന്ന് ഞാൻ കുറേ നേരം ഇതിനു വേണ്ടി, അതായത് നമ്മൾ ഇരിക്കുന്ന നേരം കുറച്ച് നേരം ഒന്ന് കൂടുതലിരിക്കണം കേട്ടോ. ഇതേ ഇഞ്ചിയുടെ തൊലിയെല്ലാം കളഞ്ഞ് പിന്നെ ഇതിനെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ചതച്ചെടുത്തു. ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതേ നമ്മുടെ പാത്രത്തിൽ ഇത് പതുക്കെ കുറച്ചായിട്ടൊന്ന് നിരത്തിയിട്ടിട്ട് 2 ദിവസത്തെ വെയിലൊന്ന് നന്നായിട്ട് കൊള്ളിക്കുമ്പം തന്നെ ഏകദേശം ഓക്കെ ആവുമായിരുന്നു. ഇതേ ഞാൻ പതുക്കെ ഒന്ന് നിരത്തിയിട്ട്, ഇത് ഇഞ്ചി അല്ലാതെയും ചെയ്യാം കേട്ടോ. അതായത് നമ്മളിങ്ങനെ ചതച്ചിട്ട് വെക്കണമെന്നൊന്നും ഇല്ല, ഞാൻ അല്ലാതെയും പൊടിപ്പിച്ചായിരുന്നു. ഇതെനിക്ക് ആദ്യത്തെ ദിവസം ഞാൻ ഇത് വെയിലത്ത് കൊണ്ട് വെച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം ഇത് നമ്മൾ തൊടുമ്പം തന്നെ പൊടിയുന്ന ആ ഒരു പാകത്തിനൊക്കെ ആവും. അതിന് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലായിരുന്നു, ഇത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടി. ഞാൻ ഇപ്പം ചായക്കും കറിക്കും എല്ലാത്തിനും ഇത് തന്നെയാണ് കേട്ടോ ഇടുന്നത്. ഇത് യൂസ്ഫുള്ളാണേ.